മദർ ഒരു ക്ലാസ്സിൽ പറയാനിടയായി, the more we renounce ourselves, the more we walk by the Spirit. CCC 736. The more we renounce ourselves, the more we walk by the Spirit. അപ്പോൾ ഈ ഒരു ഹോയിർവാലോയുടെ ആശ്രമത്തിൽ വന്നപ്പോൾ ഈ ഒരു കാര്യം എനിക്കുള്ളിൽ കയറി. ഓക്കെ, നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നയിക്കപ്പെടേണ്ടത്, പരിശുദ്ധാത്മാവിലാണ് എവറി ബ്രെത്ത് ഷുഡ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി റുവാഹ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെൽഫ് ഡിനയൽ, ദാറ്റ് ഈസ് ഐ റിനൗൺസ് മൈ വേൾഡ്ലി കംഫർട്ട്സ്, ആ ഒരു കുഷ്യൻ ഇഫക്റ്റ് ഉള്ള ഒരു സ്റ്റൂളിൽ നിന്ന് മാറി ഒരു നോർമൽ സ്റ്റൂളിലേക്ക് ഇരുന്നപ്പോൾ ഐ റിയലൈസ് കുഷ്യൻ ഇഫക്റ്റ് ഉള്ള സ്റ്റൂളല്ലല്ലോ ആയിരുന്നു, ചെയർ, സോഫ, ഈസി ചെയർ, ഒരു ചെറിയൊരു സോഫ. അതിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു സ്റ്റൂളിലേക്ക് ഇപ്പോഴും ഇരിക്കുമ്പോൾ ഐ ഫീൽ there's a certain joy that covers you, because വേറൊന്നിനും വേണ്ടിയല്ലല്ലോ ചെയ്യാൻ. നമ്മളെ കർത്താവിനെ കണ്ടിട്ട് ഓക്കെ, കർത്താവിന് വേണ്ടി കുറച്ച് വേണമെങ്കിൽ ഞെരുക്കാം, ആ പാത്ത് കുറച്ച് നാരോ ആണല്ലേ, ഞാനൊന്ന് കുറച്ച് ഒതുങ്ങി നോക്കാം. അപ്പോൾ അതേ തന്നെ ഫോർമേഷൻ, ദാറ്റ് ഈസ് റിലീജിയസ് ഫോർമേഷനിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചെയ്തില്ലെങ്കിൽ ശിക്ഷണം കിട്ടും, ചെയ്താലും ശിക്ഷണം കിട്ടും, ചെയ്യാൻ പോയാലും ശിക്ഷണം കിട്ടും. സോ ആ ഒരു ഫോർമേഷൻ, എന്തിനാണ് ശിക്ഷണം? ബോഷത്വം മാറണം, മക്കൾക്ക് ശിക്ഷണം കിട്ടും, അല്ലെങ്കിൽ ജാരസന്തതികളായിട്ട് മാറും. അപ്പോൾ എനിക്ക് ഉള്ളിൽ വന്നിട്ടുള്ള ഒരു ബോധ്യം കുറെ ബോഷത്വം കെട്ട് പണിയുണ്ട്. എവറി ടൈം യു ടേക്ക് സെൻസ് ഓഫ് കംഫർട്ട് ഇൻ യുവർ ബോഡി, ഇൻ യുവർ മൈൻഡ്, വെൻ യു തിങ്ക്, ഒരു ഇങ്ങനെ പ്ലഷറിന്റെ ഒരു ബോഷത്വം നമ്മളെ പിടികൂടും. അപ്പോൾ അങ്ങനെയായിട്ട് ഇത്രയും കാലം ജീവിച്ച ഈ ഒരു ആശ്രമത്തിൽ വരുന്നതിന് മുമ്പ് വാസ് ഫുൾ ഇങ്ങനെ സിൽവർ സ്പൂൺ ലൈഫ് എന്ന് തന്നെ പറയും, പ്ലഷറബിൾ ലൈഫ്. അപ്പോൾ എനിക്കിങ്ങനെ റിലീജിയസ് കോളിംഗ് ഒക്കെ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഐ റിയലൈസ് ദാറ്റ് കർത്താവാണ് വിളിച്ചിരിക്കുന്നത്. മദറും എൻ്റെ കമ്മ്യൂണിറ്റി, എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ സിസ്റ്റേഴ്സും കൂടിയായിട്ട് അവർ ഒരു നല്ലൊരു മാതൃക കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമുക്ക് പറ്റും, കർത്താവ് വിളിച്ചെങ്കിൽ അത് നമുക്ക് പറ്റുന്ന ഒരു കുരിശാണ് നമുക്ക് തരുള്ളൂ. നമുക്ക് ഒരു എന്തുകൊണ്ടാണ് കുരിശ് CCC 618 സെക്കൻഡ് പാരഗ്രാഫിൽ, CCC പാരഗ്രാഫ് 618 സെക്കൻഡ് ഭാഗത്ത് ആരാ പറഞ്ഞിരിക്കുന്നത്? സെയിന്റ് റോസ് ഓഫ് ലീമ. എന്താ പറഞ്ഞിരിക്കുന്നത്? പർദീസായിലേക്കുള്ള ഏകവും സത്യവുമായ ഗോവണി ഇതാണ്, സ്വർഗത്തിലേക്ക് കയറാൻ കുരിശല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇംഗ്ലീഷിൽ, Apart from the cross, there is no other ladder by which we may get to heaven. വിശുദ്ധ റോസ പുണ്യവതി പറഞ്ഞിരിക്കുക, പർദീസയിലേക്കുള്ള ഏകവും സത്യവുമായ ഗോവണി ഇതാണ്. ഏത്? കുരിശ്. സ്വർഗത്തിലേക്ക് കയറാൻ കുരിശല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് അനുഭവിച്ചറിഞ്ഞ വിശുദ്ധർ പറയാണ്. അപ്പം ഈ കുരിശ് തന്നെ ഒഴിവാക്കിയാൽ എങ്ങനെ സ്വർഗത്തിലേക്ക് കയറും? സ്വർഗാരോഹണ ഗോവണിയാണ് ഈ കുരിശ്, അല്ലേ? അപ്പൊ കുരിശ് വേണ്ടേ? വേണം. എൻ്റെ മൈ സ്വീറ്റ് കുരിശാകുന്ന എൻ്റെ ഫോർമേഷൻ, ബിക്കോസ് ഈ കുരിശ് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി സ്വർഗത്തിലേക്ക് അടുക്കുന്നേ, ജസ്റ്റ് അനുസരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് അടുക്കുന്നേ, ജസ്റ്റ് ബോഡീനെ കുറച്ച് പിടുത്തത്തിലും ഒരു കംഫർട്ട് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരുത്തുമ്പോൾ സ്വർഗത്തിലേക്ക് അടുക്കുന്നതെന്ന് ഓരോ ക്ലാസ്സിലൂടെയും ഓരോ സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെയും ഓരോ പ്രാർത്ഥനയിലൂടെയും മനസ്സിലായി. ആരാണ് ഈ അനുസരിക്കാൻ പറയണത്? നിങ്ങളുടെ മദറോ? അനുസരണയില്ലാത്ത നിങ്ങളുടെ മദറാണോ? ഐ ഹാവ് ദിസ് നെയിം, അനുസരണയില്ലാത്ത മദർ. അപ്പോഴോ ഞാൻ എൻ്റെ ദൈവം നിയോഗിച്ച ആൾക്കാരെ ഞാൻ അനുസരിക്കും. എൻ്റെ മേലെ വെച്ചിരിക്കുന്ന അതോറിറ്റി. പക്ഷെ നിങ്ങളുടെ മദർ നിങ്ങളുടെ മേലെയുള്ളവരെ അനുസരിക്കുന്നില്ല. അനുസരിക്കുന്ന ആളെയാണോ നിങ്ങൾ അനുസരിക്കണേന്നാണ് ചോദ്യം. അനുസരണത്തിന്റെ ഉണ്ടെങ്കിൽ ഒരു ഫലമുണ്ട്. ഇപ്പോൾ മദർ പറഞ്ഞ പോലെ യു ക്യാൻ റെക്കഗ്നൈസ് എ ട്രീ ബൈ ദ ഫ്രൂട്ട്. അപ്പോൾ ഡിസൊബീഡിയൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഒരു ഒബീഡിയൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈശോ കെയിം ഇൻ പ്ലേസ് ഓഫ് ആഡം ആൻഡ് ഈവ്, ഐ മീൻ ടു റിപ്ലേസ് ദെയർ ഡിസൊബീഡിയൻസ്. ഈശോ തരുന്ന ഫ്രൂട്ട് എന്താണ്? ഈശോയുടെ സമാധാനം. അപ്പോൾ ഈ ഒബീഡിയൻസിൻ്റെ ഒരു ഫ്രൂട്ടാണ് സമാധാനം. അപ്പോൾ ഇവിടെ അനുസരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സമാധാനത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല, ഡിസോർഡർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ മൊനാസ്റ്റിക് ലൈഫ് ജീവിക്കുമ്പോൾ ഓരോ നിമിഷം
സ്വർഗത്തിൽ വെച്ചിട്ട് ഈശോനെ കുറച്ചും കൂടി അടുത്ത് അനുഗമിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റുവാണെങ്കിൽ ഹൂസ് ലീഡിങ് അസ് സോ ദ പേഴ്സൺ ഹൂസ് ലീഡിങ് ഇസ് ഇൻ ഒബീഡിയൻസ്. അങ്ങനെ ഒരു ഡയറക്റ്റ് കോൺടാക്ട്, സമാധാനത്തിന്റെ നദി ഒഴുകുന്നുണ്ട്. ഡയറക്റ്റ് അത് ഞങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും സമാധാനത്തോടെയാണ് ആയിരിക്കുന്നത്. വാട്ട് എവർ സിറ്റുവേഷൻ ഇസ് വി ആർ ഇൻ പീസ് ബിക്കോസ് യേശു ക്രിസ്തുവിൻ്റെ പീസാണ്. അത് ഹൗ ക്യാൻ വി ഗെറ്റ് ഇഫ് വി ആർ ഫോളോയിങ് സംബഡി ഹു ഇസ് ഡിസൊബീഡിയൻറ്റ്. ബട്ട് ഇഫ് വി നോ ദ ട്രൂത്ത് ആൻഡ് വി നോ ദിസ് പേഴ്സൺ ഹാസ് ഒബീഡ്. ഒബീഡിയൻസിൻ്റെ രണ്ടാമത്തെ ഡിഫറെൻറ്റ് ലെവൽസ് കൈൻഡ്സ് ഓഫ് ഒബീഡിയൻസ് ഉണ്ട്. അപ്പോൾ അതും ഹോളി കാത്തലിക് ചർച്ച് ഒരു നേരത്തെ ഒരു ടോക്കിലുണ്ടായിരുന്നു, ഒരു ചെറിയ കൊച്ച് ഒബേ ചെയ്യുന്നത് പോലെയല്ല ഒരു വലിയ കൊച്ച് മാതാപിതാക്കളെ ഒബേ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ലെവലുണ്ടാവും. അപ്പോൾ ആ ലെവൽ വെച്ചിട്ട് എങ്ങനെയാണ് സ്പിരിച്വൽ കൺഫെസറിന് ഒബേ ചെയ്തിട്ടാണ് മുന്നോട്ട് ഈ ആശ്രമം പോയിട്ടുള്ളൂ. അപ്പോൾ ഈ സത്യം അറിഞ്ഞിട്ട് വൺ മോർ തിങ്, സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഫ്രീ ആക്കും. വി ആർ ഫ്രീ ഇൻസൈഡ്, വി ഹാവ് എൻ ഇന്നർ ഫ്രീഡം. Why? Because we know the truth. We know the truth about the situations. അല്ലെങ്കിൽ മദറിന് ഡിസൊബീഡിയൻസ് പേര് കിട്ടിയത്, തമാശക്ക് പറഞ്ഞ എത്ര സീരിയസ് ആയി. പക്ഷേ ഡിസൊബീഡിയൻസിൻ്റെ പേര് പറഞ്ഞതൊക്കെ we know the truth. And after some time when God reveals, even you will know the truth. So we are waiting in peace. ഞങ്ങളുടെ കൂടെയും പീസ്ഫുൾ ആയിട്ട് കാത്തിരിക്കണം. അതും ദൈവത്തിൻ്റെ ഒരു സമാധാനമാണ്. Peace is flowing like a river, flowing out of you and me, flowing out into the desert, setting all the captives free. Let this peace prevail. Remain. Yes. എൻ്റെ ക്രോസ് ഇതായിരുന്നു. അതായത് ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങളിൽ നിന്ന് ഒരൊറ്റ കളറിലേക്ക് വരാന്നുള്ളൊരു സെൽഫ് ഡിനൈൽ. മാറി മാറി കളർ ഇങ്ങനെ ഇടാൻ പറ്റില്ലേ? മാറി ഇടാൻ പറ്റില്ല. പിന്നെ പാവം എൻ്റെ രീതിക്ക് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ വേ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിൽ നിന്ന് സന്യാസ വസ്ത്രം ധരിക്കുമ്പോൾ ഒരു സെൽഫ് ഡിനൈലുണ്ട്. പക്ഷെ അത് കൂടുതൽ സന്തോഷമായിട്ട് മാറിയത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ കുറേ ഉൾക്കാഴ്ച കിട്ടി. ദൈവവചനത്തിൻ്റെ അർത്ഥം മനസ്സിലായി തുടങ്ങിയപ്പോൾ ഞാൻ കുറേ പാപം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാസ്റ്റിറ്റിയുടെ ഏരിയയിൽ ഒരു ദൈവവചനമുണ്ട്, മറ്റൊരുവിന് ദുഷ്പ്രേരണ കൊടുക്കുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ തിരികല് കെട്ടിയിട്ട് കടലിൻ്റെ ആഴത്തിലിറങ്ങി. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേൾഡിലായിരിക്കുമ്പോൾ ഈ വസ്ത്രധാരണത്തിലൂടെ കുറേ ദുഷ്പ്രേരണകൾ കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്ന ആ ഒരു ഏരിയ എൻ്റെ പരിഹാരത്തിൻ്റെ ഏരിയ ആണ്. സോ ഈ വസ്ത്രം ഇടുമ്പോൾ സെൽഫ് ഡിനൈൽ ചെയ്തിട്ട് ഞാൻ ഈ ഒരു വസ്ത്രം ഇടുമ്പോൾ എൻ്റെ അന്ന് വന്ന പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ഞാൻ ഇടണേന്ന് ആദ്യം ഒരു ബോധ്യം കിട്ടി. അപ്പോൾ ഇത് കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ശുദ്ധീകരണ സ്ഥലത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ശുദ്ധീകരണം ചെയ്യേണ്ടി ഞാൻ വരും ഈശോയുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. സോ ഇപ്പോഴേ അത് തുടങ്ങാൻ നല്ല ഡ്രസ്സൊന്നും സോ അങ്ങനെ ഈ ഡ്രസ്സല്ല യൂണിഫോമിനോട് എനിക്കൊരു സ്നേഹം തോന്നി തുടങ്ങി. ദാറ്റ് ദിസ് ഈസ് ഗിവിങ് മീ സംതിങ് പ്യുവർ. പിന്നെ ക്ലാസ്സുകളിലൂടെ നമുക്ക് കിട്ടിയ ദൈവവചനം, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി കഴുകി വെളുപ്പിച്ചവർ. പിന്നെ പതുക്കെ ഈ കുരിശ് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഈ ഒരു കാര്യത്തിനെ ചിയർഫുള്ളായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഈ ഡ്രസ്സ് പിന്നെ എൻ്റെ ഹോൾ ബീയിങ്ങിനോട് ചേർന്ന്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ജീവിക്കേണ്ട ഒരു സത്യം, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റി. പിന്നെ ലോകത്തിൻ്റെ പാപത്തിനും കൂടി പരിഹാരമായിട്ടുള്ള ഈ മൊണാസ്റ്റിക് ലൈഫ് ജീവിക്കുമ്പോൾ അവരും കൂടി മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തിലൂടെ വരുന്ന എന്തെങ്കിലും പ്രോബ്ലത്തിന് ഞാൻ അതിനെ പരിഹാരം ചെയ്യാൻ കഴിഞ്ഞിട്ട്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്പേസും കൂടി അത് കഴിയില്ലായിരിക്കും, രണ്ടും കൂടി ഒരുമിച്ച് വൈഡനാക്കി ഈശോ തന്നു. ഇത് ഇങ്ങനെ ഒരു വാസ്റ്റ് ഏരിയ ഉണ്ട് നിനക്ക്. കാരണം ഈശോ അതാണ് ചെയ്തത്. എനിക്ക് വേണ്ടി കുരിശിൽ നഗ്നനായി കിടന്നു ചാസ്റ്റിറ്റിയുടെ ഏരിയയ്ക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈശോ എനിക്ക് വേണ്ടി സ്വയം പരിത്യജിച്ച് ആ കുരിശിൽ കിടന്ന് മരിച്ചു മറ്റൊരാളുടെ ഇതിനു വേണ്ടി. അപ്പം എനിക്കും അത് ചെയ്യാനുള്ളൊരു വൈഡ് ഓപ്പണിങ് ഈശോ തന്നു ത്രൂ ദിസ് മൊണാസ്റ്റിക് കോൾ ആൻഡ് ദിസ് സെൽഫ് ഡിനൈൽ. ചെറിയൊരു കാര്യമാണ്, പക്ഷെ ഇപ്പൊ ഈ ഡ്രസ്സ് ഇഷ്ടമുണ്ടോ?
ഉണ്ട്. ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇനി ഈ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞത് സെൽഫ് ഡിനൈലാവൂലേ? ഇപ്പോഴാണ് എനിക്ക് ഈ വസ്ത്രത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ഇതൊരു പ്രാർത്ഥനയായി മാറുന്നത്. പണ്ട് സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ അവരുടെ വസ്ത്രത്തിന്റെ ആ ഒരു വിശുദ്ധി എങ്ങനെയാ പരക്കണേ, അവർ ജീവിതം കൊണ്ടാണ് ഈ നിറങ്ങൾ ഉപേക്ഷിച്ചത്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ഉള്ളിൽ നിന്ന് വരാനും എൻ്റെ തന്നെ ഈ ദൈവം തന്ന ദൈവവിളിയിൽ കൂടുതൽ സ്നേഹത്തോടെ ഇരിക്കാനും ഈ ഉടുപ്പ് എന്നെ ഇപ്പം സഹായിക്കുന്നുണ്ട്. Sister, what is this in Revelation chapter 21, sacred verse 14, saying about the 12 foundations? Let's read it together. And And the wall of the city has 12 foundations, and on them are the 12 names of the 12 apostles of the Lamb. So the answer is right there. The names of the 12 apostles, the saints, the 12 apostles who were close to the Lamb, Jesus Christ. Let's learn their names. Yes, so join us in learning this hymn of the 12 apostles. Let's learn the names of the 12 apostles. The 12 apostles, the 12 foundations, 12 apostles, the 12 foundations. Saint Peter, Andrew, James, John, Peter, Andrew, James, John, Philip, Bartholomew, Philip, Bartholomew, Thomas, Matthew, James, Jude, Thomas, Matthew, James, Jude, Simon, Matthias, Simon, Matthias, 12 apostles, the 12 foundations, 12 apostles, the 12 foundations. Hallelujah, 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 hallelujah. The Holy Gospel according to Saint Mark, chapter 6, sacred verses 1 to 6. He left that place and came to his hometown, and his disciples followed him. On the Sabbath he began to teach in the synagogue, and many who heard him were astounded. They said, "Where did this man get all this? What is this wisdom that has been given to him? What deeds of power are being done by his hands? Is not this the carpenter, the son of Mary, and brother of James and Joseph, and Judas, and Simon, and are not his sisters here with us?" And they took offense at him. Then Jesus said to them, "Prophets are not without honor, except in their hometown, and among their own kin, and in their own house." And he could do no deed of power there, except